മീറ്റ് മിസ്റ്റർ കുമാർ ബാബു. കുമാർ ബാബുവിന്റെ ഫാദർ SBIയിൽ ഒരു ബാങ്ക് ജീവനക്കാരനായതുകൊണ്ട് തന്നെ ഒരു ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളെല്ലാം അച്ഛനിലൂടെ പഠിക്കുന്നു. അച്ഛന്റെ മരണശേഷം അച്ഛൻ ജോലി ചെയ്ത അതേ SBIയിൽ ജോലിക്ക് അപേക്ഷിക്കുന്നതിനിടയിൽ 2017 തന്റെ അമ്മ പാരലൈസ് ആയിട്ട് കിടപ്പിലാവുന്നു. എപ്പോഴൊക്കെയാണ് SBIയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്തെല്ലാം കുമാർ ബാബുവിനെ SBI റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ തന്നെ നിരന്തരം റിജക്ട് ചെയ്യുന്ന SBI മാനേജ്മെന്റിനോട് പരാതിയോ വിദ്വേഷമോ കാണിക്കാൻ നിൽക്കാതെ കുമാർ ബാബു എന്ന 19-കാരൻ തന്റെ ടൗണിൽ വലിയൊരു കടമുറി വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടറും ലോക്കറും അതുപോലെ തന്നെ SBIന്റെ ബോർഡും ലോഗോയും എല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ട് SBIയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്രാഞ്ച് തന്നെ തുടങ്ങുന്നു. SBIക്ക് എന്നെ ജോലിക്ക് എടുക്കാതിരിക്കാനല്ലേ പറ്റുള്ളൂ, ഞാനൊരു ബാങ്ക് മുതലാളി ആവുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള കുമാർ ബാബുവിന്റെ കോൺഫിഡൻസിന് ഒരു ലൈക്ക്. അതിന്റെ ഇടയിൽ കൂടെ ഇവന്റെ കയ്യിൽ ഒറ്റയ്ക്ക് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട്നേഴ്സിനും കൂടെ ആഡ് ചെയ്തിരിക്കുക. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു സീനും ഇല്ലാണ്ട് ഈ ബാങ്ക് 3 മാസം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒറിജിനൽ SBI പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ പോലും കുമാർ ബാബുവും പാർട്ട്നേഴ്സും നെറിയുള്ളവന്മാരാണ്. കാരണം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് അവർ വാടക പോലും അടച്ചത്. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്ന ഒരു കസ്റ്റമേഴ്സിന് ചില്ലി കാശ് പോലും അവർ തിരിമറി ചെയ്യാനോ കള്ളത്തരം കാണിക്കാനോ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 മാസം കഴിഞ്ഞിട്ട് പോലീസ് നോക്കിയപ്പോൾ കുമാർ ബാബുവിനും പാർട്ട്നേഴ്സിനും പുല്ല് പോലെയാണ് ജാമ്യം കിട്ടിയത്. അപ്പൊ ഇതുപോലെ ക്യാഷ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിയർ ബൈ ബ്രാഞ്ചിലൊക്കെ അന്വേഷിച്ച് നോക്കുക ഇതുപോലെ ഒരു ബാങ്ക് ഇവിടെ നിലവിൽ ഉണ്ടോന്നൊക്കെ. ഇനി അതല്ല ഇതൊക്കെ ചുമ്മാ തള്ളണതല്ലേ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കും, ഇതിനല്ലേ നിയമം കോടതി എന്നൊക്കെ ചോദിക്കുന്നവരോട് 2024 അതും ഗുജറാത്തില് ഫേക്ക് കോടതി നടത്തി കോടികൾ സമ്പാദിച്ച ഒരുത്തനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്ന ചരിത്രം പോലും ഇന്ത്യക്കുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഡെയിലി കിട്ടാനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ബൈ ബൈ.